നീയും വാ. സമയം പോയതേ അറിഞ്ഞില്ല. എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോട്ടെ. നിക്കുമോനെ, ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് പാനിപൂരി പാർട്ടിക്ക് വേണ്ടി വന്നതല്ലേ? കഴിക്കാതെ പോയാലോ? കഴിച്ചിട്ട് പോമോനെ. സാരമില്ലമ്മേ, പിന്നീടാവാ. അല്ല വാ, നടക്ക് സീത, എല്ലാം റെഡിയാക്കാം. ഓ സമയം എന്തായാവോ? ഓ ഇനി 10 മിനിറ്റില്ലേ ലൈനൊക്കെ പോവും. കറണ്ട് ഉണ്ടാവില്ല. അതിനു മുൻപേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നോക്കാം. നിങ്ങളുടെയൊക്കെ ഏരിയയിൽ ഇങ്ങനെ കറണ്ട് പോവോ മോനെ? ഇവൻ എന്താ ദുബായിലാണ് ജീവിക്കുന്നത്? ഈ ബാംഗ്ലൂർ കറണ്ട് പോകാത്ത സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോടി? നീ കഴിക്കും മോനെ, അവള് ബോധമില്ലാണ്ട് എന്തെങ്കിലൊക്കെ. മോനെ, കൊത്തിയ ശേഷമാ കല്ലും ദൈവാവുന്നത്. ജീവിതത്തില് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും എന്ന് കരുതി കല്യാണം തന്നെ വേണ്ടെന്നൊക്കെ പറയാൻ പറ്റൂ? നിനക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരുത്തി ജനിച്ചിട്ടുണ്ടാവും. അവളെ തന്നെ നിനക്ക് കിട്ടുകയും ചെയ്യും. താങ്ക് യു ഫോർ യുവർ പാനിപൂരി പാർട്ടി. Thank you, friend. മുത്തശ്ശ, ഞാൻ പോയിട്ട് വരാം. നന്നായിരിക്കട്ടെ മോനെ. അമ്മേ, ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ടാട്ടോ മോനെ. Bye, friend. കൊട്ടാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്റെ മോള്. ഈ വിഷയമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ കുട്ടികളെന്ന് പറഞ്ഞ ദൈവതുല്യരാ. അവര് മനസ്സിലെന്തെങ്കിലും വിചാരിച്ചാൽ അത് എപ്പോഴെങ്കിലും എന്തായാലും നടന്നിരിക്കും. കൊട്ടാരം ആഗ്രഹിച്ചാൽ പോലും അത് നടക്കും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആ കൊട്ടാരത്തിലുണ്ടാവും. അന്ന് ഈ ഡ്രോയിങ് മാത്രം എനിക്ക് തന്നിട്ട് പോണം. സോ പ്ലീസ് കീപ് ദിസ് സേഫ്. ഇതെന്റെയാണ്. ഞാൻ പോയി വരാം. My name is Sihi. S-I-H-I. S capital. ഒരു കാര്യം ഒരിക്കലും നടക്കാൻ പാടില്ലെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. നീ വേണ്ടാന്ന് വിചാരിച്ച കാര്യം നടക്കില്ല. പോട്ടെ. ഹായ് ഫ്രണ്ട്. മലേഷ്യയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് ജീവിതമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ലെന്ന് തോന്നുന്നു. ഈ കുഞ്ഞിപ്പെണ്ണും ആ കുഞ്ഞു വീടും കഷ്ടപ്പാടും അതിന്റെ ഉള്ളിലെ സന്തോഷവും എന്ത് രസമാണ്. എന്തു തന്നെ ഉണ്ടായാലും, എന്തു തന്നെ പ്രശ്നങ്ങൾ വന്നാലും ആ വീടും അതിന്റെ ഉള്ളിലെ സന്തോഷവും എല്ലാം എനിക്ക് നിലനിർത്തണം. സ്ത്രീകളോട് ലേറ്റ് ആയെന്ന് ചോദിക്കുന്നത് നീയാണോ പഞ്ച്വാലിറ്റിയെ പറ്റി സംസാരിക്കുന്നത്? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ലുക്സ് നീറ്റ്. സൂര്യകോടി സമപ്രഭ. സൂര്യകോട്ടി സമപ്രഭ. നിർവിഘ്നം ഗുരുവേ ദേവ. സർവകാവേശ സർവദാ. ഏയ് ഏയ് ഏയ്, ദൈവത്തെ വടങ്ങിയിട്ട് കുങ്കുമം തൊട്ടിട്ട് പോ. പിന്നെ ആക്കാം പിന്നെ. അയ്യോ, ഇവളുടെ ഒരു കാര്യം. മുത്തശ്ശ എഴുതിയോ? കഴിഞ്ഞു കഴിഞ്ഞു. ഇത്ര രാവിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ആർക്കാണാവോ ഈ കത്തൊക്കെ എഴുതി വിടുന്നത്? സീക്രട്ട്.
അതെന്ത് സീക്രട്ട് ആണാവോ? പ്രധാനമന്ത്രിക്ക് വല്ലതും ആണോ? എന്താ നിന്റെ സീക്രട്ട്? നീ എന്താഗ്രഹിച്ചാലും അത് ദൈവം നിറവേറ്റട്ടെ. അമ്മൂമ്മ സൂപ്പറാ. ഞാൻ പറയുന്നതൊക്കെ നടക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എല്ലാ കാര്യവും ഞാൻ കേൾക്കാം. അതിനു മാത്രം എന്താ ഈ ചോദിക്കുന്നത്? ഞങ്ങൾ പാലസിലേക്ക് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക. പാലസിനോ? മുത്തശ്ശ കഴിഞ്ഞോ? മുത്തശ്ശിക്ക് വായിച്ചു കൊടുക്ക്. വിഷയം പാലസ് വരാൻ വേണ്ടിയുള്ള അപേക്ഷ, കൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള വഴിയും. ഇതാ നിനക്ക് സവിനിയം വന്ദനം. ഒഴിവുള്ളൊരു ദിവസം നീ എന്റെ വീട്ടിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുത്തശ്ശൻ എന്താ പാലസിനെ പേടിയാണോ? മലയാളത്തിൽ കത്തെഴുതാൻ പറയുമ്പോ എന്താ എഴുതി വെച്ചിരിക്കുന്നേ? ഇത് മലയാളം തന്നെയാ മോളെ. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് വായിച്ചാൽ പാലസ് വരാനേ പോകുന്നില്ല. നിന്റെ മുത്തച്ഛൻ വീട്ടിലെ കണക്ക് വരെ ഇതുപോലെ എഴുതി വെക്കുന്നത്. പോയി അവരോട് തന്നെ ഇതൊക്കെ എഴുതാൻ പറഞ്ഞല്ലോ. മുത്തശ്ശ, ഞാൻ പറയുന്നത് എഴുതിയാ മതി. ശരി മോളെ, പറഞ്ഞോ. ഡിയർ പാലസ്, വേഗം വാ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നീ വരുന്ന സമയത്ത് ഞാൻ വീട്ടിലില്ലെങ്കിൽ മൂർത്തി അപ്പൂപ്പന്റെ വീട്ടിൽ തന്നെ ഉണ്ടാകും. അമ്മ ഇവിടെ ഇല്ലെങ്കിൽ ഞാനും മുത്തശ്ശിയും മുത്തശ്ശനും ഇവിടെ ഉണ്ടാവും. ഓക്കെ, ബൈ. മുത്തശ്ശ, എഴുതിയോ? താ. ഓ, പേന താ. പാഡ് താ. കം സൂൺ. വിത്ത് ലവ്, സിഹി. ഇനി എന്തായാലും വരും. സിദ്ധയ്യ, മോനെ 2 മിനിറ്റിനുള്ളിൽ കോഫി റെഡി. നിങ്ങളോട് ആരാ കോഫി ഉണ്ടാക്കാൻ പറഞ്ഞേ? ഇവിടെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കോഫി ഉണ്ടാക്കി തരാം. അല്ല മോനെ, നിങ്ങള് ഞാൻ പറയുന്നത് വരെ ആരും ഉള്ളിലേക്ക് വരാൻ പാടില്ല. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ കോഫി ഞാൻ ഉണ്ടാക്കി തരാം സിദ്ധയ്യ. വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ. സിദ്ധയ്യ, ഈ കോഫി ഉണ്ടാക്കുന്ന ഒരു സാധനമില്ലേ, ഒരു ഡപ്പ? ഓ, അതാ കോഫി ഫിൽറ്ററോ? എക്സാക്ട്ലി, ഫിൽറ്റർ. കോഫി ഫിൽറ്റർ എന്തിനാ മോനെ? കോഫി ഉണ്ടാക്കുന്ന മെഷീൻ ഇവിടെ ഉണ്ടല്ലോ. അതിലുണ്ടാക്കിയാലൊന്നും ശരിയാവില്ല. ഫിൽറ്റർ കോഫി കുടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. ഡബ്ബ എവിടെയാണ്? ആ കാണുന്നല്ലേ. ഹോ, ഇതൊക്കെ ഇത്ര ചെറുതായോ? ഞാൻ വിചാരിച്ചു വലുതായിരിക്കുമെന്ന്. ഓക്കെ, ഇതിലിപ്പോ എന്താ ഒഴിക്കണ്ടേ? മിൽക്ക്, പാല് ചൂടാക്കണം അല്ലേ? നെക്സ്റ്റ് ടു ഷുഗർ. അയ്യോ മോനെ, അതിടല്ലേ. എനിക്കറിയാം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്ന്. ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഇടുന്നുള്ളൂ. അയ്യോ മോനെ, അത് പഞ്ചസാരയല്ല, ഉപ്പ്. ഉപ്പോ? രണ്ടും ഒരുപോലെ ഉണ്ടല്ലേ? മനസ്സിലായില്ല, കൺഫ്യൂസ്ഡ്. പഞ്ചസാര എവിടെയാ? ഓ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. വെരി ഗുഡ്. ജസ്റ്റ് 2 സ്പൂൺ മാത്രം. പാല് തന്നെ ഇത്ര നന്നായിട്ടുണ്ട്. അപ്പൊ കോഫി വേറെ ലെവൽ. മധുരം പാകമായിട്ടുണ്ട്. മോനെ എന്തുപറ്റി? പാല് ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടാക്കിയ കോഫി സ്പെഷ്യൽ കോഫി ആയി പോവും. ആദ്യം ഈ ഡിക്കോക്ഷനെ എല്ലാ കപ്പിലേക്കും കുറച്ചിടണം. അത് കഴിഞ്ഞിട്ട് പാല് അതിന്റെ മുകളിൽ ഒഴിക്കണം. മനസ്സിലായോ? ഓ, ഇറ്റ്സ് എ വെരി സിമ്പിൾ ടെക്നോളജി. ഐ ലൈക്ക് ദിസ്. സിദ്ധയ്യ, എന്തെവിടെ നടക്കുന്നേ? സീതമ്മ, എന്റെ ഗം എവിടെയാ വെച്ചത്? ആഹാ, ഇന്നും ഉരുളക്കിഴങ്ങ് ഉരുട്ടിയത്. സബാഷ്. ഇനി ആ
പേരും പറഞ്ഞ് നീ ചിണുങ്ങാൻ നിക്കണ്ട. നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത്. നീ വേഗം പോയി റെഡിയാവ്, ഞാൻ ബോക്സിലാക്കിയേക്കാം. നീ കാരണം ഇപ്പൊ വൈകിയത്. ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഇന്നേരം കൊണ്ടായേനെ. അയ്യോ, നീ സഹായിക്കാത്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഓ, വേഗം പോയി റെഡിയാവ്, വേഗം. ഓക്കെ ഞാനും എന്റെ ഹോംവർക്കിൽ ഇന്ന് ഇത്തിരി ബിസി ആയി പോയി. നീ ടപ്പേന്ന് എനിക്ക് ഗം തന്നാൽ ഞാൻ പട്ടേന്ന് തീർത്തിട്ട് ലാസ്റ്റ് ഉള്ള ചപ്പാത്തി ഞാൻ തന്നെ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉരുട്ടിയത് ഞാൻ തിന്നത്തില്ല. അല്ലെങ്കിൽ നോക്കിക്കോ. ആ, എല്ലാ തരികടയും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ നീ. എന്നെ സഹായിക്കാൻ വന്നിട്ട് ഞാനിപ്പൊ നിന്നെ സഹായിക്കണം അല്ലേ? ആ, ഗം എന്തിനാ നിനക്ക്? ആദ്യം താ, ഞാൻ പറയാം. ഇന്നാ നീ എന്തിനാ ഇതിവിടെ ഒട്ടിക്കുന്നത്? പാലസിന് മനസ്സിലാവണ്ടേ ഇതാണ് നമ്മുടെ വീടെന്ന്. നീ ഇപ്പൊ ഇവിടെ പടമൊക്കെ ഒട്ടിച്ചു വെച്ചില്ലേ? പാലസിന് മനസ്സിലാവണ്ടേ ഈ അഡ്രസ്സിലേക്ക് വരാൻ പറഞ്ഞതെന്ന്. അതിനാ നോട്ടീസ്. നോട്ടീസോ? ഇതൊക്കെ നിനക്ക് ആരാ പറഞ്ഞു തന്നത്? എനിക്കതെല്ലാം അറിയാം. നിനക്ക് എല്ലാം മനസ്സിലാവും അല്ലേ? ഉള്ളിലെ കിഴങ്ങ് കരിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, അപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ എന്താ ഇവിടെ തമാശ കൊണ്ട് നിൽക്കുവാണോ? മേമ പ്ലീസ് കാം ഡൗൺ. സിദ്ധയോട് ഞാനാ പറഞ്ഞത് കോഫി ഞാൻ തന്നെ ഉണ്ടായിക്കൊള്ളാന്ന്. അപ്പോ നീ ഇതെന്തേ കാണിച്ചോണ്ടിരിക്കുന്നേ? ഓഫീസിൽ എന്തുമാത്രം പണിയുള്ളതാ, എന്നിട്ട് നീ ഇവിടെ അടുക്കള ജോലി ചെയ്ത് സമയം കളഞ്ഞോണ്ടിരിക്കുവാണോ? മേമ ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ആണുങ്ങളൊക്കെ മടിയന്മാരായി പോയത്. രാവിലെ ഇവരുണ്ടാക്കി തരുന്ന ഭക്ഷണവും കഴിച്ച് അയൺ ചെയ്ത ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ഓഫീസിലേക്ക് പോകുന്നത് മാത്രമാണോ കടമ? മേമ നിങ്ങൾക്കൊരു കാര്യം അറിയോ? എത്രയോ ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുട്ടികളെ ഒരുക്കി സ്കൂളിലേക്ക് വിട്ട് പിന്നെ അവരും കുളിച്ചൊരുങ്ങി ഓഫീസിലേക്ക് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്താ അശോക, നമ്മുടെ രാമൻ മര്യാദരാമനായി മാറിയല്ലോ. അതേ സൂരി, ലോകം മൊത്തം കറങ്ങിക്കൊണ്ടിരുന്നവന് ഇപ്പൊ ലോക്കൽ കാര്യങ്ങൾ അറിയുന്നുണ്ട്. തരക്കേടില്ലല്ലോ അപ്പോ. ഓഫീസിലുള്ള കാര്യം മാത്രം നോക്കാതെ ഓഫീസിലുള്ളവരുടെ കാര്യം കൂടി നീ നന്നായി നോക്കുന്നുണ്ടല്ലേ? വെരി ഗുഡ്. ഓഫീസ് എന്ന് പറയുമ്പോ അവിടെയുള്ളവരൊക്കെ നമ്മുടെ ആളുകളല്ലേ? ആ കണ്ടോ മോളെ ഭാർഗവി, എന്റെ മോന്റെ ഒരു പാണ്ഡിത്യം. നോക്കാൻ എന്താ ഉള്ളേ? വേണമെങ്കി തല കുനിച്ചിരിക്കുന്നു ഞാൻ. നോക്ക്, കോഫി ഉണ്ടാക്കാനൊക്കെ പഠിച്ചോണ്ടിരിക്കുക അവനിപ്പോ. ഞാൻ പറഞ്ഞ ഏതായാലും കേൾക്കില്ല. അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പോയിട്ട് അനിയെ വിളിച്ചെഴുന്നേപ്പിക്കട്ടെ. രാമാ, ആർക്ക് വേണ്ടിയാ കോഫി ഉണ്ടാക്കണത്? സൂരി, അവിടുന്ന് ടിഫിൻ ബോക്സ് വരികയല്ലേ, ഇവിടുന്ന് മോസ്റ്റ്ലി കോഫി ആയിരിക്കും കൊണ്ടുപോകാൻ പോകുന്നത്. എന്താ? ആവട്ടെ ആവട്ടെ, എനിക്ക് കോഫി കുടിക്കാൻ സമയമെന്ന് പറഞ്ഞതാ. കോഫി കുടിക്കാൻ സമയമായോ? 7:40. ഓ മൈ ഗോഡ്, ഒരു കോഫി ഉണ്ടാക്കിയെടുക്കാൻ ഇത്ര കഷ്ടപ്പാടാന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അപ്പൊ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. ആരാടാ? പിന്നെ ആർക്കാ? അഭ്യാസം കാണിക്കാൻ അടുക്കളയിൽ കയറി ഷോ കാണിക്കുന്നില്ലേ അവർക്ക്. എടാ അശോക, നമ്മുടെ ഓഫീസിലെ പലരും ഇതിനെക്കാട്ടിലും 10 ഇരട്ടി ജോലി കഴിഞ്ഞാ വരുന്നേ, അറിയോ? മോറോവർ അവർക്ക് ഇതൊക്കെ ഡെയിലി റൊട്ടീൻ ആയിട്ടുണ്ട്. പാവങ്ങൾ എന്ത് കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ? ഇരിക്കെ, ഇപ്പൊ വരാം. മുത്തശ്ശ, നമ്മുടെ ഓഫീസിലെ ഈ ലോഗിൻ ടൈം കുറച്ച് ഫ്രീ ആക്കണമെന്ന് ആഗ്രഹിക്കുക, എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യത്തിൽ. സോ ദാറ്റ് അവർക്ക് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് വരാൻ പറ്റും. അവരുടെ പ്രശ്നങ്ങള് നമ്മളൊക്കെ മനസ്സിലാക്കണ്ടേ? എടുക്കടാ. ഗുഡ് ഗുഡ്. ശരിക്കും നിന്റെ അമ്മ വാണി ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. താങ്ക് യു മുത്തശ്ശ. എന്നിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ബാംഗ്ലൂർ എന്ന സിറ്റിയില് മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുള്ളത് തന്നെ വലിയൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ കേക്കില്ലല്ലോ നീ. എന്റെ ഫ്രണ്ടിന് ഞാൻ തന്നെ ബോക്സ് റെഡി ആയിക്കോളാം.
ഇതെനിക്ക്, ഇത് നിനക്ക്, ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. ആരോ വന്ന് നോക്ക്. വേഗം വേഗം എടുത്തു വെക്ക്. അയ്യോ, എന്താ സീത ഇത്ര ലേറ്റ് ആയത്? ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയാണോ വാതിലടച്ചിട്ടിരിക്കുന്നത്? എന്തു പറ്റി എടുത്തി? ഇത് എന്താ സീത, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ വാതിൽ തുറക്കാൻ താമസിക്കുമ്പോ എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? ആകെയുള്ളൊരു വീടാ, അതും ഇല്ലാതാക്കുമല്ലോ ഇവര്. ദൈവമേ ദൈവമേ ദൈവമേ, ഈ വീട് കൂടി ഇല്ലാതായ നീ എന്ത് ചെയ്യും സീതേ? അത് നിന്നെ ഈ മോളെ വെച്ചോണ്ട്. ബാങ്കിലെ ആളുകൾക്കൊന്നും മനുഷ്യത്വം എന്താന്ന് അറിയില്ല. ഇങ്ങനെ ചോദിക്കാതെയും പറയാതെ നോട്ടീസ് തന്നു പോയാ നീ ഒരു പെണ്ണൊറ്റയ്ക്ക് എന്ത് ചെയ്യാനാ ഇവിടെ? വീട് ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്നാ നീ ഞങ്ങളോടൊന്നും പറയില്ല അല്ലേ? ഞങ്ങളൊന്നും നിന്റെ ആരും അല്ലെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എടുത്തി പ്ലീസ് അങ്ങനൊന്നും പറയല്ലേ. പിന്നെ നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ സീത? എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക എടുത്തി. പക്ഷേ നോട്ടീസ് വന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ലോയർ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അയാൾ ബാങ്കിന് വേണ്ടിട്ടല്ലേ ജോലി ചെയ്യുന്നേ. അങ്ങനെയാ ഞാൻ അറിഞ്ഞത്. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ എപ്പോഴേ അയാളെ വിളിച്ചു വരുത്തിയേനെ. പ്ലീസ് എടുത്തി അങ്ങനൊന്നും പറയല്ലേ. ശരി, ഇനി എന്താ നീ ചെയ്യാൻ പോകുന്നേ? കണ്ടോ നീ, നിന്റെ അടുത്തൊരു ഉത്തരവില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമ്മുടെ സഹായത്തിന് ഒരാള് വേണമെന്ന്. ആദ്യം ആ ലോയർക്കൊന്ന് ഫോൺ ചെയ്യേ. എടുത്തി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്തെങ്കിലും എന്ന് വെച്ചാ ഇനി ആലോചിച്ചോണ്ടിരുന്ന ലോൺ തിരിച്ചടയ്ക്കാത്തതിന് ജയിലിൽ പോയി കിടക്കേണ്ടി വരും നിനക്ക്. എന്ത് ജയിലോ? സീതമ്മ, സീതമ്മ, സീതമ്മ ജയിലിൽ പോവാണോ? സീതമ്മ, സീതമ്മ ജയിലിൽ പോവണ്ട. നോക്ക്, ജയിലെന്ന് കേട്ടപ്പോ തന്നെ നിന്റെ മോൾ എത്രത്തോളം പേടിച്ചെന്ന്. അപ്പൊ നീ ശരിക്കും ജയിലിൽ കിടക്കേണ്ടി വന്നാലോ? എടുത്തി പ്ലീസ് അങ്ങനൊന്നും പറയല്ലേ ഇപ്പോ. അതിനല്ലേ ഈ പറയുന്നത്, ഫോൺ ചെയ്യ്. അയ്യോ, ഇനി എന്താ ഈ ആലോചിച്ചോണ്ട് നിക്കുന്നേ? ഇന്ന നമ്പർ പിടിക്കേ, 9680. ഹലോ. ഹലോ സർ, നമസ്കാരം. സർ ഞാൻ സീതയാണ് സംസാരിക്കുന്നത്. സീത സുലോചനയുടെ ബന്ധുവാണ്. നിങ്ങളന്ന് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓ യാ, സീത പറയൂ, എന്ത് സഹായമാണ് വേണ്ടേ? സർ എന്റെ ഒരു പഴയ ലോൺ ഉണ്ടായിരുന്നു. വീട് പണയം വെച്ച് ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തിട്ടുണ്ടായി. ഇപ്പോ ബാങ്കിൽ നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഓ മൈ ഗോഡ്, ബാങ്കിൽ നിന്ന് നോട്ടീസ് അയച്ചിട്ടുണ്ടോ? Then it's very serious. നോക്കൂ സീത, 24 മണിക്കൂർ കഴിഞ്ഞ പിന്നെ അവർക്ക് സീതയുടെ മേളിൽ കേസെടുക്കാൻ പറ്റും. സെക്ഷൻ 406 or 420. ഈ വിഷയമൊന്നും ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല. സീത ഒരു കാര്യം ചെയ്യ്, ഡയറക്റ്റ് എന്റെ ഓഫീസിലേക്ക് വന്നോളൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. സർ എനിക്കിന്ന് ഓഫീസിൽ പോണായിരുന്നു. ജോലിക്ക് പോണല്ലേ? നോക്കൂ സീത, ഈ വിഷയത്തിൽ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ആകും കേട്ടോ. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ 2 ആഴ്ചയായിട്ട് ഭയങ്കര തിരക്കിലാവും. നിങ്ങൾക്ക് ജോലി ഉണ്ടെന്നൊക്കെ പറയുന്നു. ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടക്കുമോ. ശരി സർ, ഞാൻ എങ്ങനെയെങ്കിലും വരാൻ ട്രൈ ചെയ്യാം സർ. ദാറ്റ്സ് ബെറ്റർ. താങ്ക് യു സർ. ഇതെന്താ സീത, നീ ഇപ്പൊ കഴുത്തറ്റം കടത്തിൽ മുങ്ങിയാ നിക്കുന്നേ. അതിന് പരിഹാരം കാണാതെ നീ ട്രൈ ചെയ്യാമെന്നാണോ പറയുന്നത്? എന്താ ഇത് സീത, അത്രയും വലിയ മനുഷ്യൻ ഓഫീസിലേക്ക് ചെല്ലാൻ പറയുമ്പോ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോ നിനക്ക് ഓഫീസിലേക്ക് ഒന്ന് പോയിക്കൂടെ? അല്ല ഏട്ടത്തി, എനിക്ക് ഓഫീസിലേക്ക്. നീ ഇനി ഒന്നും പറയണ്ട, നല്ലത് നടക്കണമെങ്കിൽ നീ പോയേ പറ്റൂ. രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ നിനക്ക് വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നതാ ഞാന്. ഓ, ഇതേതാ ഈ പുതിയ പാത്രം? ഇവളുടെയാണോ? നല്ല രസമുണ്ടല്ലോ.
ഞാൻ എടുത്തോണ്ട് പോവാണേ. ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. പോകുന്ന വഴിക്ക് കഴിക്കാലോ. അവിടെ ചെന്നിട്ട് ഇനി ഒരുപാട് പണിയുണ്ട്. നീ എന്തായാലും അങ്ങോട്ട് പോണം കേട്ടോ. സുലു, എടി സുലു. എന്താ ഇത്? സമ്മതിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഡബ്ബയായിട്ടാണോ വന്നിരിക്കുന്നത്? എന്താടി നീ ചെയ്യുന്ന ജോലിയുടെ കൂലിയാണോ ഇത്? കൂലിയല്ല, കൈക്കൂലി. ഞാൻ ചെയ്യുന്ന ജോലിക്കേ കിട്ടിയ റിവാർഡായത്. അതൊക്കെ പോട്ടെ, സീത ലോയറെ കാണാമെന്ന് സമ്മതിച്ചോ? ഈ സുലോചന സമ്മതിപ്പിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. അതാ നല്ല പോലെ എരിവും പുളിയും കയറ്റി വിട്ടിട്ടുണ്ട്. എല്ലാ തരത്തിലും പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തവണ അവൾക്ക് പോവാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു നല്ല മോനല്ലാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തന്തപ്പടി അങ്ങ് പരലോകത്തേക്ക് പോയി. അല്ല, അങ്ങേര് ചാകുന്നതിന് മുമ്പ് ഈ വീട് എന്റെ പേരിൽ എടുത്തുനിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാവുമായിരുന്നോ? കുടിച്ചിട്ടുണ്ടോ? ആ ലോയറേഡിന് ഇതൊക്കെ ഒന്ന് തീർത്ത് തന്നാ മതിയായിരുന്നു. അങ്ങനെയാണെ അവസാനം ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വരില്ലേ? വെയിലത്തിങ്ങനെ കിടന്നിട്ട് നല്ല ക്ഷീണം, നല്ല വിശപ്പുണ്ട് എനിക്ക്. നീ ഇങ്ങനെ വടി പോലെ നിന്നു. എന്നാ നിന്റെ അനിയത്തി ഇതിലെ സ്നേഹമൊക്കെ കൂട്ടിക്കുറച്ചുണ്ടാക്കിയിട്ടുണ്ടോ? എന്ത്? എന്റെ അനിയത്തി തന്നു വിട്ടതാണോ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയത്തി എന്റെ അമ്മയെ പോലെയാ. വീട്ടിൽ വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ വിടില്ല. ഇപ്പൊ വേഗം തിന്നിട്ട് നടക്കാൻ നോക്ക്. ആ ലോയറിയേട്ടനെ കണ്ട് കമ്മീഷൻ വാങ്ങിയില്ലെങ്കിലേ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള പൈസ ഒന്നും നമ്മുടെ അടുത്ത് തികയാതെ വരും. ഞാൻ എന്തായാലും ആ ലോറിയുടെ അടുത്തേക്ക് വരുന്നില്ല. നീ പോയി ആ കമ്മീഷൻ മേടിച്ചോണ്ട് വന്നാ മതി. ആഹാ, കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ഈ ഓർഡർ ഇടുന്നതിന് മാത്രം ഒരു കുറവുമില്ല അല്ലേ? എന്താ സൂരി, ദിസ് ഇസ് എ മിറാക്കിൾ. നമ്മുടെ റാം ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നല്ലാതെ നീ എന്താ കരുതിയേ? അവന് എന്റെ കൊച്ചുമോനാ. ഹീസ് എ സ്മാർട്ട് സ്ട്രീറ്റ്. അത് സ്മാർട്ട് സ്ട്രീറ്റ് അല്ല സൂരി, സ്ട്രീറ്റ് സ്മാർട്ട്. നമ്മുടെ റാം സ്ട്രീറ്റ് സ്മാർട്ട്. നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോ എന്തോ നൈസായിട്ട് എനിക്കിട്ട് താങ്ങുന്ന പോലെ.